അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? സുഖവും സമാധാനവും സന്തോഷവും ഹൈറും ബർക്കത്തും നിറഞ്ഞ ജീവിതം നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനൊരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇന്ന് ഞാനൊരു ബീഫ് കറി തയ്യാറാക്കി. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചിട്ടൊന്ന് സേവ് ചെയ്ത് വെച്ചോ. പെട്ടെന്ന് തയ്യാറാക്കാം, ഒത്തിരി പണിയൊന്നുമില്ല കേട്ടോ. നല്ല പെട്ടെന്ന് നമുക്ക് ഇടിയപ്പത്തിനും പത്തിരിക്കും എന്തിനു വേണ്ടി കറി പലഹാരത്തിനാണ് ഇത് ഏറ്റവും ബെറ്റർ. ചപ്പാത്തിക്കൊക്കെ നല്ല അടിപൊളിയാണ്, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതായത് വെളിച്ചെണ്ണയിൽ നമ്മൾ പാചകം ചെയ്യുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ്. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഓയിൽ, കുക്കിംഗ് ഓയിൽ വെളിച്ചെണ്ണ തന്നെയാണ്. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് നമ്മൾ പലഹാരവും അതുപോലെ തന്നെ എന്തുണ്ടാക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താൽ ടേസ്റ്റും ആയിരിക്കും, ഹെൽത്തി ആയിരിക്കും കേട്ടോ. പിന്നെ ഓയിൽ, സൺഫ്ലവർ ഓയിൽ അങ്ങനെയുള്ളതൊന്നും ഇതിൽ ചേർക്കരുത് കേട്ടോ. അതൊക്കെ നമുക്ക് വളരെ ഡേഞ്ചറാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞുള്ളി ആട്ടോ എടുത്തേക്കണം. നമ്മൾ ബീഫ് കറി എപ്പോൾ തയ്യാറാക്കുമ്പോഴും കുഞ്ഞുള്ളി എടുത്ത് ബീഫ് കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഒത്തിരി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുഞ്ഞുള്ളി എടുക്കാൻ ശ്രമിക്കുക. കുഞ്ഞുള്ളി എടുക്കാൻ ബുദ്ധിമുട്ട് ഉള്ളവർക്ക്, അതായത് നന്നാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഓർത്തിട്ട് കുഞ്ഞുള്ളി എടുക്കാൻ ബുദ്ധിമുട്ടാണ് ചില ആളുകൾക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്കൊരു ടിപ്പുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുള്ളിയുടെ പുറത്ത് നല്ലെണ്ണ ഉണ്ടല്ലോ, കുപ്പിയിൽ വാങ്ങിക്കാൻ കിട്ടും. ആ എണ്ണ കുറച്ച് കുഞ്ഞുള്ളിയുടെ പുറത്ത് തേച്ചിട്ട് ഒരു മുറത്തിലാക്കി വെയിലത്ത് വെച്ചിട്ട് 10-20 മിനിറ്റ് വെയിൽ കൊള്ളുമ്പോഴത്തേക്കും ആ കുഞ്ഞുള്ളിയുടെ മുകളിലുള്ള തൊണ്ട് മുഴുവനും പൊങ്ങിപ്പോരും. കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മി പൊടിച്ച് പാറ്റി കളയുമ്പോഴത്തേക്കും ആ ഉള്ളിയുടെ തൊണ്ടൊക്കെ പോകും കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളതെടുത്ത് ഒരു പാത്രത്തിനകത്ത് വെള്ളത്തിലിട്ട് വെക്കുക. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിന് മുകളിലുള്ള ചെറിയ പോളയും നല്ല കൈ കൊണ്ട് തിരുമ്പുമ്പോഴത്തേക്ക് അതും പോയും. പിന്നെ നമുക്ക് ഒരു പണിയില്ല, ഞെട്ട് മാത്രം മുറിച്ച് അങ്ങോട്ട് കളഞ്ഞ് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുള്ളി റെഡിയായി. ഇത്രയേ ഉള്ളൂ പണി, അധികം പണിയൊന്നുമില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒത്തിരി വീട്ടിലുണ്ടാകുമ്പോൾ നിങ്ങൾ എന്നാ ചെയ്യണം, ഒത്തിരി തൊലിയൊന്നും ഇഞ്ചിയിടാന്ന് കളയണ്ട. വെറുതെ ആ അഴുക്കൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ബ്രഷ് കൊണ്ട് ഉരച്ച് അഴുക്കൊക്കെ കളഞ്ഞിട്ട് തൊലി പതുക്കെ ഒന്ന് ചിരണ്ടാൻ പറ്റുമെങ്കിൽ ചിരണ്ടിയാൽ മതി, അല്ലെങ്കിൽ തൊലി ഇരുന്നാലും കുഴപ്പമില്ല. അതേപോലെ തന്നെ വെളുത്തുള്ളി ആണെങ്കിലും നിങ്ങൾ മുകളിൽ നിന്ന് ഞെട്ട് കളഞ്ഞിട്ട് മുകളിലെ തൊലിയും കളഞ്ഞ് നല്ലതുപോലെ വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെക്കുമ്പോഴത്തേന് ആ തൊലിയൊക്കെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ പോകും. അതും ഇഞ്ചി വെളുത്തുള്ളി വേറെ വേറെ വേണമെങ്കിൽ വേറെ വേറെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് വെക്കാം. എന്നിട്ട് കുപ്പിയുടെ ജാറുണ്ടല്ലോ, കുപ്പിയുടെ ജാറിൽ വേണം എടുത്ത് വെക്കാനായിട്ട്. ചില്ലിൻ്റെ ജാറ് അതിൽ വേണം എടുത്ത് നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ എത്ര നാൾ കഴിഞ്ഞാലും കേടാവത്തില്ല കേട്ടോ. നമുക്ക് എപ്പോഴും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇല്ലാത്ത കറികളില്ലല്ലോ. നമുക്ക് എല്ലാത്തിലും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ചേർക്കണം. അഥവാ അരിഞ്ഞാണെങ്കിൽ നമ്മൾ ചേർക്കാറുണ്ട്, മീൻ കറിക്കാണെങ്കിലും അല്ലേ. മീൻ കറിക്ക് ഇതുപോലെ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ ഒരുമിച്ച് അരച്ചാലും വേറെ വേറെ അരച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് അത് ടേസ്റ്റ് അതിൽ ഓരോ ടീസ്പൂൺ ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ വഴറ്റി അതിലത്തെ വെള്ളം വറ്റിയെടുക്കുക. അല്ലാതെ അത് വഴറ്റി എന്ന് പറഞ്ഞാൽ അത് മൊരിച്ചെടുക്കുകയൊന്നും വേണ്ട, കരിക്കുകയും വേണ്ട, മൊരിക്കുകയും വേണ്ട കേട്ടോ. ഇതൊന്നും അതിനകത്ത് ഇങ്ങനെ വെള്ളം ഊറി വരുന്ന വെള്ളം അങ്ങ് വറ്റിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കിയേക്കണം. ഞാനിപ്പോൾ ഉപ്പൊന്നും ചേർത്തില്ല, ഞാൻ ലാസ്റ്റേ ഉപ്പിടത്തുള്ളൂ. കാരണം ഉപ്പിടുമ്പോഴത്തേക്കും ഉപ്പിലെ വെള്ളവും ഈ ഉള്ളിയുടെ വെള്ളമൊക്കെ ആയിട്ടൊന്നും ഒന്നും കൂടി വലിയും. അതുകൊണ്ട് ഉപ്പ് ഞാൻ ഇതിലത്തെ വെള്ളം വറ്റിക്കഴിഞ്ഞതിന് ശേഷം ഇടാറുള്ളൂ കേട്ടോ. എന്നിട്ട് അതിനകത്ത് ഞാൻ വേപ്പില ഞാനിട്ടിട്ടുണ്ട്. ഞാൻ തയ്യാറാക്കിയ ഫെർട്ടിലൈസർ ചേർത്ത് ഉണ്ടാക്കിയ വേപ്പില കേട്ടോ. അതുകൊണ്ട് വയറ്റിലേക്ക് പോയാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൽ ഞാൻ ചേർത്തേക്കുന്ന 1 ടീസ്പൂൺ നിറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ അരച്ച് വെച്ചേക്കുന്നതാണ്. റമദാന് മുമ്പ് തന്നെ എല്ലാം തയ്യാറാക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കാൻ. റമദാന് മുമ്പെന്നല്ല, എപ്പോഴും ആണെങ്കിലും എനിക്ക് സമയമുള്ളപ്പോൾ ചേർത്ത് അങ്ങനെ വെക്കാറുണ്ട്. അതിൽ നിന്ന് എടുത്ത 1 ടീസ്പൂണാണ് ഞാൻ ചേർത്തത് കേട്ടോ. പിന്നെ ഒരു 3 പച്ചമുളക് നീളത്തിലരിഞ്ഞ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പച്ചമുളക് എരിവിനനുസരിച്ചും എരിവില്ലാത്തതും എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. ഞാൻ 3 പച്ചമുളക് നെടുകെ കീറിയിട്ട് 4 കഷ്ണമാക്കി മുറിച്ച് അതിനകത്തോട്ടിട്ടു. 2 തക്കാളി, മീഡിയം സൈസ് 2 തക്കാളി, ഒത്തിരി വലുത് വേണ്ട, മീഡിയം സൈസ് തക്കാളി വട്ടത്തിലോ നീളത്തിലോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ച് ചേർക്കാം കേട്ടോ. അത് ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ പൊടിവർഗ്ഗങ്ങൾ ഇടുമ്പോൾ നേരിട്ട് ഓരോന്ന് അപ്ലൈ ചെയ്യാതെ ഒരു പാത്രത്തിലേക്ക് പൊടിവർഗ്ഗങ്ങളെല്ലാം ചേർത്തിട്ട് ഇടുന്നതാണ് കേട്ടോ ഏറ്റവും ബെറ്റർ. അപ്പോൾ എന്നാന്ന് വെച്ചാൽ അങ്ങനെ ചേർക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഗുണമുണ്ട്. ആ മസാല ഒന്നും കരിയത്തില്ല. ഓരോന്നിടുമ്പോൾ ഓരോന്നിൻ്റെ ടേസ്റ്റ് മാറും, കരിഞ്ഞ്
വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ട, ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതാ 1 ടീസ്പൂൺ നിറച്ച് ഗരം മസാല എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ ഗരം മസാല അല്ല കേട്ടോ, പിന്നെ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ, അയ്യോ എവിടെ നിന്ന് ഒച്ച കേൾക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് ഇതിൽ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതാണ് ഞാൻ ഇടയ്ക്ക് എൻ്റെ വിട്ടുപോയി. മല്ലിപ്പൊടിയും ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണം മസാലയ്ക്കകത്തോട്ട് ഇടാൻ കേട്ടോ. ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മസാല ഒരേപോലെ അളവിൽ ഒന്ന് കരിയോ ഒന്ന് പിരിയോ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ അത് നമ്മുടെ റെഡിയാവും. നല്ലോണം ഇളക്കി യോജിപ്പിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് വെള്ളം ഒഴിച്ച് കുതിർത്തിയിട്ട് അതിലിട്ടാലും മതി കേട്ടോ, നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്താലും. എന്നിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നല്ലോണം അതിലെ വെള്ളവും ഒക്കെ വറ്റി പച്ചച്ചൊവ എല്ലാം മാറിയതിന് ശേഷം നമ്മൾ എന്നാ ചെയ്യണം, അതിലേക്ക് 2 തണ്ട് കരിവേപ്പില കൂടി ചേർക്കണം കേട്ടോ. കരിവേപ്പില ഞാൻ ഒതുക്കിയിട്ടതാണ് ഉള്ളിയുടെ കൂടെ, ഒരു ടേസ്റ്റ് ഉണ്ടാകും. അത് നമ്മുടെ വയറിനകത്ത് പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലതാണ്. നല്ല വേപ്പില കൊണ്ട് പല ഗുണങ്ങളുണ്ടെന്ന് ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായല്ലോ. അപ്പോൾ ഇങ്ങനെ ചേർക്കാം. അതിന് ശേഷം 1 കപ്പ് നിറച്ച് വെള്ളം ഒഴിക്കണം. ഈ മസാല ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കപ്പിൽ നിറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം അതൊന്ന് വെന്ത് വരട്ടെ. എന്നിട്ട് നമ്മൾ 1 കിലോ ബീഫാട്ടോ ഞാൻ എല്ലോട് കൂടിയത് കഴുകി വെള്ളം വാരാൻ വെച്ചിട്ട് ഇതിങ്ങനെ ഇളക്കി അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി, തക്കാളിയുടെയും സവാളയുടെയൊക്കെ വെള്ളം ആദ്യം വറ്റിയല്ലോ, ഇനി തക്കാളിയുടെ വെള്ളവും കൂടി ഒന്ന് വഴണ്ടി വരാനുണ്ട്. വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴാണ് കറി അല്ലെങ്കിൽ ഇരിക്കും തോറും ടേസ്റ്റ് കൂടും. തക്കാളിയുടെ വെള്ളം വറ്റിക്കാതെ നമ്മളിട്ട് കഴിഞ്ഞാൽ അതെന്തായാലും ആ കറി പെട്ടെന്ന് വളിച്ചു പോകും. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കറി വളിക്കത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. ഇതുപോലെ 3 കറിവേപ്പില തണ്ട് അതിനകത്തോട്ട് അടുത്തിട്ടിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിള വരുമ്പോൾ നമ്മുടെ ബീഫ് കഴുകി വെള്ളം വാരാൻ വെച്ചേക്കണ ബീഫ് ഇടണം. ഞാൻ എല്ലോട് കൂടിയതാണ് എടുത്തേക്കുന്നത്. എല്ലും കൂടി ഉള്ളതാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ബീഫ് കറിക്ക്. കാരണം അതിൻ്റെ എല്ലിൻ്റെ നെയ്യും ഒക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്കും നല്ലൊരു രുചിയായിരിക്കും. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്, വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. മസാലക്കൂട്ടും അതിൻ്റെ എല്ലാ കൂട്ടും കൂടി യോജിപ്പിച്ച് വരുമ്പോഴത്തേക്കും മസാല നല്ലോണം തിളച്ച് വരും കേട്ടോ. ഒന്ന് തിളച്ച് വരട്ടെ, അപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് ഇടാം കേട്ടോ. എന്നാ ഒത്തിരി നേരമായല്ലോ ചിലക്കണേ നിങ്ങൾ ഓർക്കും, അതുകൊണ്ടൊന്ന് നിർത്തിയേക്കുക. അമ്പലത്തിലാണെന്ന് തോന്നുന്നു, തൊട്ട് പുറകിലൊരു കാവുണ്ട്, അതിൻ്റെ അടുത്ത് സൗണ്ടാക്കി കേൾക്കുന്നു. അതിന് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് കേട്ടോ, ആവശ്യത്തിന് ഉപ്പ്. നിങ്ങളുടെ ഇപ്പോഴാണ് കേട്ടോ ഞാൻ ഉപ്പിട്ടേക്കുന്നത്. നേരത്തെ ഉപ്പിട്ടിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ വഴണ്ട് വരത്തില്ല, പെട്ടെന്ന് വെള്ളം വറ്റത്തില്ല, പിന്നെ ഇങ്ങനെ ഏറി വരും. അതുകൊണ്ടാണ് വെള്ളം ഉപ്പ് ഇട്ടത്. അതുപോലെ നിങ്ങൾ ഉപ്പ് ലാസ്റ്റ് ഇടുവാണ് കേട്ടോ നല്ലത്. കാരണം വെന്ത് വരുമല്ലോ, മസാല വെന്ത് വരുമ്പോഴത്തേക്ക് ഉപ്പൊക്കെ എല്ലാത്തിനും പിടിക്കുക. ഇതാണ് 1 കിലോ ബീഫ് കഴുകി കട്ട് ചെയ്ത് എല്ലാം അഴുക്കൊക്കെ എല്ലാം അതിൻ്റെ പോളയും വലിച്ചലൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചേക്കുന്ന കേട്ടോ. ഇനി അതിട്ട് ഇളക്കി യോജിപ്പിച്ച് നല്ലതുപോലെ എന്നിട്ട് കുക്കർ അടപ്പിട്ട് മൂടി വെക്കാം. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബീഫൊക്കെ വെന്ത് നല്ല മയത്തിലുള്ള ബീഫ് കറിയായി റെഡിയാവും കേട്ടോ. കാരണം എന്താണ്, ഒരു 5-8-10 വിസിൽ വന്നോട്ടെ, കോഴിയൊന്നും അല്ലല്ലോ, ബീഫല്ലേ. ബീഫ് വെന്ത് വരുമ്പോഴാണ് അതിന് നല്ലോണം വെന്ത് വരുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ വെറുതെ കടിച്ച് ചവക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം വെന്ത് നല്ലതുപോലെ ഇപ്പോൾ കുക്കർ മൂടി വെക്കാം നമുക്ക്. എന്നിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് ഈ വിസിലൊക്കെ വന്ന് കുറച്ച് നേരത്തേക്ക് കുക്കർ അടച്ചിട്ടേക്കണം. കുക്കർ അടച്ചിട്ട് ഇനി വെന്ത് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഒരു 15 മിനിറ്റ് വരുമ്പോഴത്തേക്കും നമ്മുടെ കറി സൂപ്പറായിട്ട് നല്ല പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ കൂട്ടാൻ പറ്റിയ കറിയായിട്ടോ. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം അറിയിക്കണം. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.